രാവിലെ തന്നെ ഞാൻ ദാ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞമ്പലമാണ്. ഒരു 2 മിനിറ്റ് നടന്നാൽ മതി ഈ അമ്പലത്തിലേക്ക്. പിന്നെ ഇന്ന് വിഷു ആണല്ലോ, അപ്പോൾ ദാ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷുവായിട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ദാ കൈനീട്ടം കിട്ടാനാണ് കേട്ടോ. ഈ 1 രൂപ നാണയം. ഇന്ന് വിഷുവായിട്ട് എല്ലാവരും രാവിലെ അമ്പലത്തിൽ പോയോ? നിങ്ങളുടെ വിഷു എങ്ങനെയാണെന്ന് പറയട്ടോ. എൻ്റെ വിഷു ഇതാ എങ്ങനെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ചെയ്യാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പായസം ഉണ്ടാക്കൽ ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ്. രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു. രാവിലെ തന്നെ ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. ഞാൻ കുറച്ചുകൂടെ പോയി കിടന്നു കേട്ടോ. എന്നിട്ട് ഇതാ നേരെ അമ്പലത്തിൽ പോയി. അമ്മ അപ്പോഴത്തേക്കും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കിനി പായസം മാത്രമേ ഉണ്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ മറ്റേ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതെൻ്റെ ചേച്ചിയാട്ടോ, കസിൻ ചേച്ചിയാണ്. അങ്ങനെ കസിൻ ചേച്ചി ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ തന്നു. കൈനീട്ടം കിട്ടുമ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും ഹാപ്പി ആവുമല്ലോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്, വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്നറിയില്ല എൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമാണ്. ഞാൻ മാക്സിമം ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒറിജിനൽ ഭാവം വരാൻ വേണ്ടിയിട്ട് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ആവുന്നതോടെ വിചാരിച്ചിട്ടാട്ടോ ചിരിക്കാത്ത. ക്യാമറ ഓൺ ആണെന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്കെന്തോ വല്ലാത്ത ആർട്ടിഫിഷ്യാലിറ്റി ആട്ടോ മുഖത്ത്, എന്താണെന്നറിയത്തില്ല. അങ്ങനത്തെ സദ്യയൊക്കെ കഴിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു ആ പായസം കഴിക്കണം, കാരണം ഞാനാണല്ലോ അതുണ്ടാക്കിയത്. അങ്ങനെ പായസമൊക്കെ കഴിച്ചു. ഇനി ഒന്ന് ഉറങ്ങണം കേട്ടോ. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉച്ച ഉറക്കം അത് മസ്റ്റാണ്.